മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഭാരതത്തിന്റെ ഗംഭീര തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെതിരായ 4-ാം ടെസ്റ്റിൽ ഇന്നിംഗ്സ് തോൽവി നേരിട്ട ഭാരതം മത്സരം സമനിലയിലാക്കി. നായകൻ ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ എന്നിവരുടെ വീരോചിത പ്രകടനമാണ് ഭാരതത്തിന് കരുത്തായത്. ഗില്ലും ജഡേജയും സുന്ദറും സെഞ്ചുറി നേടി. സുന്ദറിൻ്റേത് കന്നി സെഞ്ചുറി കൂടിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേർന്നുണ്ട്. ശ്രീ പ്രദീപ് പിള്ള, എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഗംഭീര തിരിച്ചുവരവ് തന്നെയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, ഒരു സമനിലയിൽ എന്താണ് ഇത്ര ആഘോഷിക്കാൻ എന്നുള്ള ചോദ്യം ഉയർന്നേക്കാം. പക്ഷേ ഒരു വിജയത്തെക്കാൾ മധുരമുള്ള തിരിച്ചുവരവും സമനിലയുമാണ് ഭാരതം നേടിയത്. അതിനുള്ള കാരണങ്ങൾ: ഒന്ന്, ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി ഭാരതം തുറിച്ചു നോക്കിയത് ഒരു ഇന്നിംഗ്സ് ഡിഫീറ്റ്, ഒരു ഇന്നിംഗ്സ് തോൽവിയിലേക്കും ഇംഗ്ലണ്ട് ഉറപ്പിച്ചിരുന്നത് ടെസ്റ്റ് വിജയവും പരമ്പര വിജയവുമായിരുന്നു. ഓർക്കണം, 2-1 ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ട് ഈ പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ഈ കളി തോറ്റിരുന്നെങ്കിൽ പരമ്പര തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്. ഒന്നാം ഇന്നിംഗ്സിൽ 311 റൺസ് എന്നുള്ള അതിഭീമൻ ലീഡ് നേടിയാണ് ഇംഗ്ലണ്ട് കളിക്ക് ഇറങ്ങുന്നത്. ഭാരതത്തിന്റെ തുടക്കമോ 0 റൺസിന്. സ്കോർ ബോർഡ് തുറക്കും മുമ്പ് 2 ഓപ്പണർമാരെ നഷ്ടമാവുന്നു. 2 വിക്കറ്റ് റൺസ് ഒന്നും നേടാനെന്നുള്ള അവസ്ഥയിൽ അന്ന് ആ സമയത്ത് തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ അപ്പോഴുണ്ടാകേണ്ടത് ഒരു ഇന്നിംഗ്സ് തോൽവി അല്ലെങ്കിൽ ഒരു തോൽവി. അവിടെ നിന്നാണ് വീരോചിത പ്രകടനം എന്ന് പറയാവുന്ന മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഈ യാത്രയിൽ ഒരു ഗംഭീര റെക്കോർഡ് സ്ഥാപിച്ചു. ആദ്യത്തെ ഏഷ്യൻ ബാറ്ററാണ്. ഇംഗ്ലണ്ടിൽ 700-ലധികം റൺസ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ബാറ്റർ. അതൊന്ന്. റെക്കോർഡുകൾക്കപ്പുറം ഇന്ത്യയുടെ ഗംഭീര തിരിച്ചുവരവിന്റെ ഒരു കഥയാണ് ഓൾഡ് ട്രാഫോർഡിൽ കണ്ടത്. തോൽവി, അത് തന്നെ ഇന്നിംഗ്സ് തോൽവി ഉറപ്പിച്ച സാഹചര്യത്തിൽ നിന്നാണ് വീരോചിത പ്രകടനം എന്ന് ആവർത്തിച്ച് പറയണം. ശുഭ്മൻ ഗില്ലിന്റേത്, രവീന്ദ്ര ജഡേജയുടേത്, വാഷിംഗ്ടൺ സുന്ദറിന്റേത്. ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇന്ന് കളി അവസാനിക്കാറായപ്പോൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് നമുക്ക് കളി അവസാനിപ്പിക്കാം എന്ന് പറയുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് പതിവുള്ളതാണ്. ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം, അവസാനത്തെ ഇന്നിംഗ്സ് പൂർത്തിയാക്കാതെ തന്നെ ഇരു ക്യാപ്റ്റന്മാരും അല്ലെങ്കിൽ ക്യാപ്റ്റനും അപ്പോൾ ബാറ്റ് ചെയ്യുന്ന പ്ലെയറും കൈ കൊടുത്ത് പിരിയും. സമനിലയിൽ കളി അവസാനിക്കും. ഭാരതമാണ് ഏറ്റവും പെട്ടെന്ന് കളി നിർത്താൻ ആലോചിക്കേണ്ടത്, അതല്ലെങ്കിൽ നിർദ്ദേശിക്കേണ്ടത്. കാരണം തോൽവിയെ നേരിട്ടത് ഭാരതമാണ്. പക്ഷേ ഇന്ന് കണ്ടത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കളി നിർത്താൻ ഡ്രോ ഓഫർ ചെയ്തപ്പോൾ ഭാരതം അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ത്യൻ ടീം കളി തുടരാം എന്ന് പറയുന്നു. അതൊരു മധുര നിമിഷമായിരുന്നു. കാര്യം വളരെ ടഫായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത് കണ്ടത്. ഇരു ടീമുകളും വലിയ വെല്ലുവിളികൾ നേരിട്ടു. ഭാരതം നല്ല തുടക്കത്തിന് ശേഷം പ്രതീക്ഷിച്ച സ്കോറിലേക്കൊന്നും അടുക്കാതെ ആദ്യ ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആകുന്നു. അത് കഴിഞ്ഞ് ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിനാവട്ടെ അവരുടെ നായകന്റെ പ്രകടനവും എടുത്തു പറയാതെ നിവൃത്തിയില്ല. ബെൻ സ്റ്റോക്സ് 5 വിക്കറ്റും സെഞ്ചുറിയും നേടി നായകന്റെ പോരാട്ടം പുറത്തെടുത്തു. 669 റൺസ് നേടിയ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ പതറും എന്നാണ് പ്രതീക്ഷിച്ചത്. തുടക്കം അങ്ങനെ തന്നെയായിരുന്നു. ഓപ്പണർമാരെ നഷ്ടപ്പെടുന്നു 0-ന്. അതിനുശേഷമാണ് ശുഭ്മൻ ഗില്ലിന്റെ പോരാട്ടം. നമ്മുടെ KL രാഹുലിന്റെ പോരാട്ടം. സെഞ്ചുറി നഷ്ടമായെങ്കിലും അവിടെ തീർന്നു. കാര്യം നമുക്ക് ഇന്ന് ഈ ടീമിൽ ഒരു ബാറ്റ്സ്മാൻ കുറവാണ്. കരുൺ നായർക്ക് പകരം ഷാർദുൽ ഠാക്കൂർ ആണ് ടീമിലേക്ക് വന്നത്. ഷാർദുൽ ഠാക്കൂർ ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമതല ആദ്യ ഇന്നിംഗ്സിൽ നിറവേറ്റിയെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ചെറുത്തുനിന്നത് രവീന്ദ്ര ജഡേജ, ശുഭ്മൻ ഗിൽ, വാഷിംഗ്ടൺ സുന്ദറും അതിനുമുമ്പ് രവീന്ദ്ര ജഡേജയും സെഞ്ചുറി പൂർത്തിയാക്കി. വാഷിംഗ്ടൺ സുന്ദർ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടി. അങ്ങനെ ഒരു വിജയത്തെക്കാൾ ഗംഭീരമായ ഒരു പരമ്പരയുടെ ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടിയ ഒരു പ്രകടനമാണ് ഓൾഡ് ട്രാഫോർഡിൽ, മാഞ്ചസ്റ്ററിൽ ഇന്ത്യ കുറിച്ചത്. ഭാരത് ക്രിക്കറ്റിന് അഭിമാനിക്കാവുന്ന നിമിഷം. അതിനുമപ്പുറം ഒരു യുഗ ആന്ത്യത്തിന് ശേഷം ഒരു പുതുയുഗ പിറവി. ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെറ്റ് ആവുകയാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ അധികായന്മാരുടെ വിരമിക്കലിന് ശേഷം ഉള്ള ഭാരത ക്രിക്കറ്റ് ടീം അവർക്ക് പതറിയിട്ടില്ല. ഒരു പക്ഷെ ജയിക്കാവുന്ന 2 ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ നഷ്ടപ്പെടുത്തി. ഇന്ത്യ തോറ്റു. പക്ഷെ ഇപ്പോഴും പറയുന്നു, പുതിയ ടീം, പുതിയ കോമ്പിനേഷൻ, പുതിയ ഓപ്പണർ. രാഹുലിന് കൊണ്ട് അഭിമാനിക്കാനേറെ. 55 വർഷത്തിന് ശേഷം ഒരു ഓപ്പണർ 500 റൺസിലധികം നേടുന്നു ഒരു വിദേശ പര്യടനത്തിൽ.
ശുഭ്മൻ ഗില്ലും രാഹുലും ചേർന്നുള്ള ടീം ആദ്യമായിട്ടാണ് 2 ഇന്ത്യൻ താരങ്ങൾ ഒരു പരമ്പരയിൽ 500-ലധികം റൺസ് നേടുന്നത്. ശുഭ്മൻ ഗില്ലിനെ കാത്ത് ഇനിയൊരു റെക്കോർഡ് കൂടി ബാക്കിയുണ്ട്. ശുഭ്മൻ ഗിൽ 700 റൺസ് കടന്നു കഴിഞ്ഞു. സുനിൽ ഗാവസ്കറുടെ ഒരു റെക്കോർഡാണ് ഇനി ശുഭ്മൻ ഗില്ലിനെ കാത്തിരിക്കുന്നത്. ഒരു പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ എന്നുള്ള റെക്കോർഡ് 774 റൺസ് നേടി സുനിൽ ഗാവസ്കറും 640 റൺസ് നേടി ദിലീപ് സർദേശായിയും നേടിയ സ്കോറുണ്ട് 1970-71 വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ. ഈ റെക്കോർഡും മറികടക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ നായകൻ ശുഭ്മൻ ഗില്ലിന് ഇനി 70 റൺസ് കൂടിയാണ് വേണ്ടത്. അങ്ങനെ റെക്കോർഡുകളുടെ പെരുമഴ, തിരിച്ചുവരവിന്റെ ചരിത്രം, പോരാട്ടത്തിന്റെ ചരിത്രം ഒക്കെ കുറിച്ചാണ് ഭാരതം ഓൾഡ് ട്രാഫോർഡിൽ നിന്ന്, മാഞ്ചസ്റ്ററിൽ നിന്ന് മടങ്ങുന്നത്. വിഷ്ണു. യെസ്, ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.